അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഔലിയ മുഹമ്മദ് ഷെരീഫ് മണ്ണാറക്കാട്. യഥാർത്ഥത്തിൽ അള്ളാഹു, പ്രവാചകൻ, ഖുർആൻ അറിയിച്ചിട്ടുള്ള കാഫിർ ആരാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരാൾക്ക് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കാഫിറാവാം. അത് പേരുകൊണ്ടോ വസ്ത്രം കൊണ്ടോ ഒരാൾ ഒരു വിശ്വാസി ആകുന്നില്ല. അയാളുടെ ജീവിത കർമ്മം അല്ലെങ്കിൽ ജീവിത രീതിയാണ് ഒരാളെ വിശ്വാസി ആക്കുന്നത്. അതേപോലെ തന്നെ ഒരാളുടെ വസ്ത്രം കൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ പേരുകൊണ്ടോ ഒരാൾ കാഫിറുമാവുന്നില്ല. 100% ക്രിമിനൽ പശ്ചാത്തലമുള്ള ജീവിതത്തിലുടനീളം പ്രവർത്തിക്കുന്ന ആളുകളെയാണ് അള്ളാഹു കാഫിർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അഥവാ സത്യനിഷേധി, ദൈവനിഷേധി, ക്രിമിനലുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. കാഫിറിൻ്റെ ഇംഗ്ലീഷ് പദമാണ് ക്രിമിനലുകൾ അഥവാ അക്രമികൾ. അത്തരം നീചപ്രവർത്തികൾ മനസ്സിൽ വെക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് കാഫിർ എന്ന് പറയുന്നത്. ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല എന്ന് തിരിച്ചറിയുക. ഒരു ഉദാഹരണ സഹിതം ഞാൻ നിങ്ങളെ ഈ വിഷയം ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ഒരാൾ ഷോക്കേറ്റ് കൊണ്ട് പിടയുന്നു. ഇത് കണ്ടുകൊണ്ട് ആ റോഡിലൂടെ പോകുന്ന ഒരു യാത്രക്കാരൻ അയാളെ രക്ഷിക്കാൻ വേണ്ടി ഒരു തടിക്കഷ്ണമെടുത്ത് അടിക്കുന്നു. ഉടനെ തന്നെ അയാൾ ഷോക്കിൽ നിന്നും രക്ഷപ്പെടുന്നു. പക്ഷേ തൽക്ഷണം അവിടെ ഈ ഷോക്കേറ്റ് കൊണ്ടിരുന്ന ആൾ മരണം സംഭവിക്കുന്നു. ഇവിടെ നമ്മുടെ കോടതിയും പോലീസും എന്താണ് വിധി കൽപ്പിക്കുക? സത്യത്തിൽ ഈ മരണപ്പെട്ട ആൾ ഈ അടി കൊടുത്ത ആൾ അല്ലെങ്കിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച ആളുടെ ആരുമല്ല. അയാളെക്കുറിച്ച് ഇയാൾക്ക് അറിയുക പോലുമില്ല. പക്ഷേ അവിടെ അയാൾക്ക് ഈ സന്ദേശം, ഇയാളെ രക്ഷപ്പെടുത്തുക എന്ന സന്ദേശം ഉടലെടുക്കാനുണ്ടായ കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും ഒരു വിളിയാളമുണ്ടായി. തൻ്റെ സഹോദരൻ അവിടെ ജീവന് വേണ്ടി മല്ലിടുന്നു, അവനെ രക്ഷപ്പെടുത്തുക എന്ന ദൗത്യം. ആ ദൗത്യം അഥവാ ഫറദ് കിഫ എന്ന് പറയും, സമൂഹത്തോടുള്ള നിർബന്ധിത ബാധ്യത. ആ ബാധ്യതയുടെ അടിസ്ഥാനത്തിലാണ് ഈ വ്യക്തി ഈ വടി കൊണ്ട് അടിച്ചത്. ആ അടിയുടെ ആഘാതം മൂലമാണ് ഇയാൾ മരണപ്പെട്ടത്. നമ്മുടെ പോലീസ് സംവിധാനവും നമ്മുടെ കോടതിയും ഇവിടെ ശിക്ഷിക്കപ്പെടുമോ ഈ ഇന്നസെൻറ്റിനെ, അതോ വെറുതെ വിടുമോ? പക്ഷേ അള്ളാഹുവിൻ്റെ മുമ്പിൽ, പ്രവാചകൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ ഖുർആൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ ഗീതയുടെ മുമ്പിൽ, അല്ലെങ്കിൽ തോറയുടെ മുമ്പിൽ, അല്ലെങ്കിൽ ബൈബിളിൻ്റെ മുമ്പിൽ, ഹീ ഈസ് ദ ഇന്നസെൻറ്റ്. ഹീ ഈസ് നോട്ട് ദ ക്രിമിനൽ. ഇത് തിരിച്ചറിയാനുള്ള വിവേകം നമ്മുടെ പോലീസ് സംവിധാനത്തിനുണ്ടാവണം, നമ്മുടെ കോടതികൾക്കുണ്ടാവണം, നമ്മുടെ ക്രിമിനൽ വക്കീലുകൾക്കുണ്ടാവണം.
സത്യവും നീതിയും ധർമ്മവും തിരിച്ചറിയാനുള്ള വിവേകമാണ് മനുഷ്യനുണ്ടാവേണ്ടത്. അങ്ങനെയാണ് പോലീസ് സംവിധാനങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെയാണ് വക്കീലന്മാർ കേസ് വാദിക്കേണ്ടത്. അങ്ങനെയാണ് ജഡ്ജികൾ വിധി പറയേണ്ടത്. ഇനി മറ്റൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. തൻ്റെ തൊട്ടടുത്തുള്ള ഒരു വലിയ വീട്, ആ വലിയ വീട്ടുകാരോട് വൈരാഗ്യമുണ്ടായിരുന്ന അയൽവാസി, അയാൾ അവിടെ ഉണ്ടായിരുന്ന പിഞ്ചു കുഞ്ഞിനെ താലോലിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, ഒരു തൂവാല കൊണ്ട് ആ കുഞ്ഞിനെ ഇക്കിളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. 2 ലക്ഷ്യങ്ങളാണ് അയാൾക്കുള്ളത്. ഒന്ന്, ഈ കുഞ്ഞിൻ്റെ ശരീരത്തിലുള്ള സ്വർണ്ണാഭരണം എടുക്കുക, അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുക, ചിരിപ്പിച്ചുകൊണ്ട് കൊലപ്പെടുത്തുക. ഈ ദൗത്യം മനസ്സിലാക്കി ആ കുഞ്ഞിനെ അവിടെ നിന്ന് മാതാപിതാക്കൾ വന്ന് എടുത്തുകൊണ്ട് പോകുന്നു. ഇവിടെ നമ്മുടെ ഇന്ത്യൻ കോടതിയും പോലീസ് സംവിധാനവും എങ്ങനെ പ്രവർത്തിക്കും? സത്യത്തിൽ ഇവിടെ ഇയാൾ കൊല നടന്നിട്ടില്ല, പക്ഷേ അയാളുടെ ലക്ഷ്യം ഇന്നതായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. ആ ലക്ഷ്യം ഉള്ളവനാണ് ക്രിമിനൽ. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ കൊലയോ അവിടെ ക്രിമിനൽ പശ്ചാത്തലമോ ഉണ്ടായിട്ടില്ല. പക്ഷേ ലക്ഷ്യമുണ്ടായി. മാർഗമല്ല പ്രധാനമെന്ന് ഇന്ത്യൻ കോടതിയും ഇന്ത്യൻ പോലീസ് സംവിധാനങ്ങളും തിരിച്ചറിയേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ ഇന്ത്യൻ സംവിധാനത്തിൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുകയും കുറ്റവാളികൾ രക്ഷപ്പെടുകയും ചെയ്യുന്ന നിയമ സംവിധാനം കൂടുതലാണ്. ഇവിടെ നമ്മുടെ കോടതികൾ ശിക്ഷിക്കപ്പെടും, പക്ഷേ ഇസ്ലാമിക കോടതികൾ 90% ഇത്തരം കേസുകളിൽ വളരെ കൃത്യമായി ഈ ഇന്നസെൻ്റായി കിടന്ന ഈ ഷോക്കേറ്റ് പിടഞ്ഞ ആളെ കൊലപ്പെടുത്തിയ ആൾ രക്ഷപ്പെടുകയും കുഞ്ഞിനെ ചിരിപ്പിച്ചുകൊണ്ട് സന്തോഷിപ്പിച്ചുകൊണ്ട് കൊല്ലാൻ ശ്രമം മാത്രം നടത്തിയ ആൾ കൊലക്കുറ്റത്തിന് ശിക്ഷ ലഭിച്ച് കാലങ്ങളോളം ജയിലിൽ കിടക്കേണ്ട അവസ്ഥ ഉണ്ടാവുക തന്നെ ചെയ്യും. അല്ലാഹു സാക്ഷി. നാം എവിടെ നിൽക്കുന്നു, നമ്മുടെ കോടതികൾ എവിടെ നിൽക്കുന്നു, നമ്മുടെ അഡ്വക്കേറ്റുമാർ അഥവാ വക്കീലന്മാർ എവിടെ നിൽക്കുന്നു, നമ്മുടെ ജഡ്ജിമാർ എവിടെ നിൽക്കുന്നു എന്ന അടുത്ത ഒരു സന്ദേശം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ UAE-യിൽ ജീവിക്കുന്ന കാലഘട്ടത്ത് നമ്മുടെ ഒരു കൂട്ടുകാരന് ഇൻ്റർപോളുമായി ബന്ധപ്പെടേണ്ടി വന്നു. അങ്ങനെ ഈ ഇൻ്റർപോളുമായി നമ്മുടെ വേറെ ഒരു കൂട്ടുകാരൻ അവിടുത്തെ ജഡ്ജുമായി നേരിട്ട് സംസാരിച്ചു. അവിടെ കോടതികളിലും അതുപോലെ തന്നെ പോലീസ് സംവിധാനത്തിലും മറ്റ് ഏത് നിയമ സംവിധാനങ്ങൾക്കും നമുക്ക് നേരിട്ട് കയറി അവരോട് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. അവിടെ സ്വദേശി ആയിക്കോട്ടെ വിദേശി ആയിക്കോട്ടെ അത് ചെയ്യാം. അങ്ങനെ മൊറോക്കോക്കാരനായ ഇൻ്റർപോൾ ജഡ്ജി പറഞ്ഞു, ഇന്ത്യയുടെ ദുർബലമായ ചിലന്തി വല പോലെ വല കെട്ടിയുണ്ടാക്കിയ മോശമായ ഭരണ സംവിധാനവും നിയമ സംവിധാനവുമല്ല UAE-യിലുള്ളത് അഥവാ ഇസ്ലാമിക രാജ്യത്തുള്ളത്. ഞങ്ങൾക്ക് ഖുർആനിൽ എന്തു പറയുന്നു അതിൻ്റെ മധ്യസ്ഥരായി ആ ഖുർആൻ പറയുന്നത് എന്താണോ അത് പ്രാവർത്തികമാക്കേണ്ട ജോലിയാണ് എന്നിൽ അർപ്പിതമാക്കിയത്. അതുകൊണ്ട് ഞാനത് പ്രവർത്തിക്കുന്നു എന്ന് മാത്രം. ഈ ഇന്ത്യക്കാരനായ ആ പ്രതിയെ ഞാൻ അറിയുകയോ അയാളെ കാണുകയോ അയാളുമായി എനിക്ക് വൈരാഗ്യമോ വിദ്വേഷമോ മറ്റ് എന്തെങ്കിലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഇല്ല. പക്ഷേ ക്രിമിനലിനെ ശിക്ഷിക്കുകയും നിരപരാധി അഥവാ ഇന്നസെൻറ്റിനെ രക്ഷിക്കുകയും ചെയ്യുക എന്ന ദൗത്യമാണ് എന്നിലുള്ളത് എന്നർത്ഥം. ഇത് ഗീതയായിക്കോട്ടെ, ബൈബിളായിക്കോട്ടെ, തോറയായിക്കോട്ടെ,
ഖുർആനായിക്കോട്ടെ, പ്രവാചകന്മാരായിക്കോട്ടെ, മതനേതാക്കളായിക്കോട്ടെ, ഇത് പ്രാവർത്തികമാക്കാനാണ് ദൈവം നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിന് വിപരീതമായി സംഭവിച്ചതല്ല. മനുഷ്യനിർമ്മിതമായ അന്യായ കോടതിയും അന്യായമായ FIR നിയമങ്ങളും രാജ്യങ്ങളിൽ കടത്തിക്കൂട്ടി ആ നിയമ സംവിധാനത്തെ തകർത്തപ്പോഴാണ് ക്രിമിനലുകൾ രക്ഷപ്പെടുകയും നിരപരാധികൾ ശിക്ഷിക്കപ്പെടേണ്ട അവസ്ഥ വന്നത്. ഈ യാഥാർത്ഥ്യം നാം തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ നുണ പറയുന്നവർ, വഞ്ചന ചെയ്യുന്നവർ, കുറ്റം ചെയ്യുന്നവർ, മയക്കുമരുന്ന് കടത്തുന്നവർ, ബലാത്സംഗം ചെയ്യുന്നവർ, അങ്ങനെ വൈവിധ്യങ്ങളായ എന്ത് തിന്മകൾ ചെയ്യുന്നവർ പിശാചിൻ്റെ മാർഗത്തിലാണ്, അവർ നരകത്തിലാണ്. അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നവർ വിശ്വാസികളാണ്, അവർ സ്വർഗത്തിലുണ്ടാകും ഇൻഷാ അല്ലാഹ് എന്ന സന്ദേശം ഞാൻ നിങ്ങളോട് നൽകുന്നു. അതോടൊപ്പം ഇതൊന്നും ദൈവം കാണുന്നില്ല എന്നാണോ നിങ്ങൾ പോലീസ് മേധാവികളും അതുപോലെ തന്നെ ജഡ്ജിമാരും തീരുമാനിച്ചിട്ടുള്ളത്? നിരപരാധികൾ ശിക്ഷിക്കപ്പെടട്ടെ, കുറ്റവാളികൾ രക്ഷപ്പെടട്ടെ, അതിനനുസരിച്ചാണോ വക്കീലന്മാർ പ്രവർത്തിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. പ്രപഞ്ചനാഥനായ സൃഷ്ടാവായ അല്ലാഹു അല്ലെങ്കിൽ യഹോവ അല്ലെങ്കിൽ ജഗദീശ്വരൻ ശൂന്യാകാശത്തിരുന്നു കൊണ്ട് അവൻ്റെ ശക്തമായ ഡാറ്റ വോയിസ് കൺട്രോൾ ക്യാമറകളായി താഴെ പ്രവർത്തിക്കുന്ന, പ്രപഞ്ചത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഹൈ ഫ്രീക്വൻസിയുള്ള ഡാറ്റ വോയിസ് കൺട്രോൾ ക്യാമറകളാണ് ആകാശത്തുള്ള ആ ഭംഗിയുള്ള നക്ഷത്രങ്ങൾ. നാം രാത്രിയിൽ കാണുന്ന ആ നക്ഷത്രങ്ങളെ വെച്ചുകൊണ്ട് സൂക്ഷ്മമായി നമ്മെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ യാഥാർത്ഥ്യം നാം തിരിച്ചറിയുക. മാറുക കോടതികൾ, മാറുക പോലീസ് സംവിധാനങ്ങൾ. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു സംവിധാനത്തിലെത്തിക്കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും മുൻതൂക്കം വരും. അല്ലാത്തിടത്തോളം കാലം വീണ്ടും ക്രിമിനലുകൾ വർദ്ധിക്കുകയും നിരപരാധികൾ ശിക്ഷിക്കപ്പെടുകയും ക്രിമിനലുകൾ സന്തോഷം പുറത്തു കടക്കുകയും പുറത്തു വാഴുകയും നിരപരാധികളായ ആളുകൾ പ്രാർത്ഥനകളോടുകൂടെ ജയിലുകളിലകത്തേക്ക് മൂടപ്പെടും, അല്ലെങ്കിൽ അവിടെ അടക്കപ്പെടുമെന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയവുമായി നമുക്ക് പിന്നീട് കാണാം.